Dears, welcome back to RK Learning. So, നിങ്ങൾ ആദ്യമായിട്ട് SSLCയിൽ നിന്ന് +1 എത്തി ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു എക്സാം ആണല്ലേ? ഒരു അനുഭവം തന്നെയായിരിക്കും അത്. എന്റേർലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ എക്സാം SSLCയിൽ എക്സാം എഴുതിയ പോലുള്ള ഒരു എക്സാം അല്ല. അതെ മക്കളെ, പാറ്റേണിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്നാണോ ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയം നിങ്ങൾക്ക് കാണും. ആ പാറ്റേൺ ക്ലാരിഫൈ ചെയ്ത് ആ പാറ്റേൺ നമ്മളിപ്പോ കാണിക്കും അല്ലേ? ആ പാറ്റേൺ എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളത് കാണിച്ചു തരാം. യെസ്, നമുക്ക് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ പറയാം. ആദ്യം ഒന്ന് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ഒക്കെ ധാരാളമായിട്ട് വരും അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മുഴുവനായിട്ടും അത്രയും 3 ചാപ്റ്റർ ഉണ്ടാവുള്ളൂ, 3-4 ചാപ്റ്റർ ഉണ്ടാവുക. ആ ചാപ്റ്റർ പ്രീവിയസ് ഇയർ മൊത്തം നോക്കിയിട്ട് എക്സാമിന് പോകാൻ പാടില്ല. ആദ്യം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തൊന്ന് നോക്കുക. അപ്പൊ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോ കാണിച്ചു തരും, അത് ബേസ് ചെയ്തുള്ള ലൈവ് ഒക്കെ ഉണ്ടാവും. എങ്കിലും പ്രീവിയസ് ഇയർ ഒന്ന് എടുത്ത് നോക്കുക. ന്യൂമറിക്കൽസ് നന്നായിട്ടുണ്ടാവും. അതിപ്പോ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ആയിക്കോട്ടെ. ഇപ്പൊ കെമിസ്ട്രി രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെയാണ്. അത് 9th-ലും 10th-ലും പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ അതിൽ നിന്ന് ന്യൂമറിക്കൽസ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ നിന്ന് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് ഒരുപാട് ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് +1 സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല സാർ. ഭൂരിഭാഗം കുട്ടികളും പറഞ്ഞൊരു കാര്യം അത് സാർ എനിക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതിന് നിങ്ങൾ പ്രാക്ടീസിലാവണം അല്ലേ? അതെ, യെസ്. ആദ്യത്തെ എക്സാം ആണ്, നമുക്ക് സമയമുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. യെസ്, ദെൻ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഫിസിക്സിൽ നിന്ന് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാണാപ്പാഠം പഠിക്കരുത്, അതിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. യെസ്, ഇവിടെ നോക്കുക മക്കളെ, കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ചിലപ്പോൾ 10th-ൽ ചെറിയൊരു പരിചയം കാണും. ഇങ്ങനൊരു ടൈപ്പ് 10th-ൽ അവർക്ക് ലാസ്റ്റ് പബ്ലിക് എക്സാം ലാസ്റ്റ് ടൈമിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ യൂസർ ആ ക്വസ്റ്റ്യൻ അവർ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നൊന്നുമില്ല. ടൈപ്പ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ? ഇത് CBSE-യുടെ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷനും റീസണും സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് റീസൺ ആണോ എക്സ്പ്ലനേഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് CBSE ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് എന്തായാലും 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം അല്ലെ? അത് 1 മാർക്കാണ്. ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന 1 മാർക്കാണ്. യെസ്, അതേപോലെ മക്കൾ മനസ്സിലാക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ മാറിയ പാറ്റേൺ അനുസരിച്ച് പ്യുവർലി NCERT ടെക്സ്റ്റ് ബുക്കിനെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ വരുന്നത്. നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. അപ്പൊ പൊന്നുമക്കൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഈ 22 ഈ ഒരു ചോദ്യം, ഈ ഒരു 23, ഈ ഒരു 23ാമത്തെ ചോദ്യം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. അപ്പൊ എക്സാമ്പിൾ ഇതാണ്: CH3OH 3/2O2 CO2. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കാണിക്കുക. ഇത് കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ, അത് വൈറ്റ് കളർ ആണ്. യെസ്, അപ്പൊ നോക്കാം. യെസ്, the same question, calculate the standard enthalpy formation of methanol from the following data. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോ എന്താണോ NCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് അത് നിങ്ങൾ അതേപോലെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അത് കുറച്ച് ടഫാണ്, വരുന്നൊന്നുമല്ല. അത് എന്നാലും വായിച്ചു പോകണം. എല്ലാ ക്വസ്റ്റിനും ഒന്ന് പരിചയമാണ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ മിക്കവാറും ക്വസ്റ്റ്യൻ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് എക്സാം ഹോളിലേക്ക് പോകരുത്. ചിലപ്പോൾ നമ്മളിങ്ങനെ ലൈവും തലേദിവസത്തെ ക്ലാസ്സുകളൊക്കെ കണ്ട് പ്രീവിയസ് ഇയർ പഠിച്ച് ഈ ചോദ്യം ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടു. അതൊക്കെ മാറി പഴയ ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന രീതികളൊക്കെ മാറി NCERT ബേസ്ഡാക്കി മാറ്റി. യെസ്, മക്കൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് സ്ഥിരം കഴിഞ്ഞൊരു 7 വർഷത്തെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 2nd, 3rd ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഇസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ഫ്ലോറിൻ. ഇത് ഇങ്ങനെ തന്നെ 7 വർഷ ചോദ്യ പേപ്പറിൽ ആവർത്തിച്ച് ചോദിച്ചു. എങ്ങനെ വന്നാലും നമ്മൾ ആ കുട്ടികളോട് പറയും 100% ചോദിക്കും, 100% ചോദിക്കും. അതെ, ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും ആയിരുന്നു എക്സാമിന് സ്ഥിരം ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവര് ഓക്സിജനും സൾഫറും ചോദിച്ചു. അപ്പൊ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അത് ഇത് തന്നെ ആണോ എന്നുള്ളത്. അതെ, അതിൽ ഓക്സിജനും സൾഫറും എവിടെ നിന്ന് എടുത്തിട്ടൊന്നുമില്ല. NCERT ടെക്സ്റ്റ് ബുക്കിൽ തൊട്ടടുത്തുണ്ട്. ക്ലോറിന്റെയും ക്ലോറിന്റെ അടുത്ത് കൊടുത്തിടത്തുള്ള ഓക്സിജനും സൾഫറും കൊടുത്തിട്ടുണ്ട്. അതെ, അപ്പൊ NCERT വായിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഫ്ലൂറിനും ക്ലോറിനും മാത്രമല്ല ഓക്സിജനും സൾഫറും എക്സാമ്പിളിൽ ഉണ്ട് എന്ന് മനസ്സിലാകും. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇഷ്ടം പോലെ. അത് ആ പാറ്റേൺ ഞങ്ങൾ പറഞ്ഞ
എല്ലാ NCERT ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലും വിട്ടു പോരുന്ന പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാ. അതിന് വലിയ ക്വസ്റ്റ്യൻ വരുന്നല്ല, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എക്സാമ്പിൾ ഒക്കെ മാറ്റി ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അതേപോലെ മക്കൾ ഇത് കണ്ടോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഒരു പിങ്ക് കോളത്തിൽ നിങ്ങൾ പ്രോബ്ലം സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കാണും. ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിയാൽ കാണാം. ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കണം, ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് വേണം പഠിക്കാൻ. നിങ്ങളെ ഗൈഡ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുക അല്ലേ? യെസ്. അപ്പൊ നോക്കുക, ഈ ഒരു ചോദ്യം നമ്മുടെ NCERT-യിലെ തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. ഇതേ ചോദ്യം ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യാ, സെയിം ചോദ്യം. ഇതിന് ഉത്തരം വരെ എവിടെയുണ്ട്? ടെക്സ്റ്റ് ബുക്കിനുള്ളിലുണ്ട്. എല്ലാം ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട്. നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങളെ കയ്യിലുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ NCERT ടെക്സ്റ്റ് ബുക്ക് വ്യക്തമായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? A+ അല്ലെ, A+ പോലെ ഫുൾ മാർക്ക്. അത് ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ മക്കൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചു തന്നെ വന്ന മക്കളാണ്. പക്ഷേ നമ്മുടെ +1 +2 കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ച് അങ്ങനെ എക്സാം എഴുതി അങ്ങനെ ഒരു പാറ്റേൺ ആയിരുന്നു സാധാരണ. പൊതുവെ NCERT ടെക്സ്റ്റ് ബുക്ക് തുറക്കാൻ കുട്ടികൾക്ക് മടിയാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് NCERT തന്നെയാണ് നിങ്ങളെ ഗൈഡ് എന്നാ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളെ കാണിച്ചു തന്നത് NCERT തന്നെയാണ് നിങ്ങളെ ഗൈഡ് അല്ലേ? യെസ്. അപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാണ്, നമ്മുടെ +2ന്റെ പാസിംഗ് പെർസെൻറ്റേജ് ആണ് മക്കളെ. ഓരോ വർഷം കൂടുന്തോറും 87-ൽ നിന്ന് 82 ആയി, 82-ൽ നിന്ന് കഴിഞ്ഞ വർഷം 78 ആയി. വളരെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ വിജയ ശതമാനം ഇനിയും കുറയും. കാരണം എക്സാം അത്രയും ടഫ് ആക്കുകയാണ് അവർ. അത്രയും നല്ല പ്രിപ്പറേഷൻ നമുക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കും 5% അല്ലേ കുറയുന്നത്. 5% കുറയാന്ന് മാത്രമല്ല, A+കളുടെ എണ്ണത്തിലുണ്ടായ മാറ്റമൊക്കെ നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന മാറ്റമാണ്. വളരെ വലിയ മാറ്റമാണ്. അപ്പൊ A+ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഫുൾ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പാസ് മാർക്കിന് തന്നെ വളരെ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് പഠിക്കാൻ. ഞങ്ങൾ അതിന്റെ എല്ലാ നോട്ടുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ അയച്ചു തരും. ഏത് ചാപ്റ്ററിന്റെ നോട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അത് വ്യക്തമായി. അതുമല്ല NCERT ബേസ് ചെയ്ത ലൈവുകളും കോണ്ടന്റുകളും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. മക്കള് കൂടെ നിൽക്കുക, നമ്മൾക്ക് ഈസി ആയിട്ട് ഈ വർഷം അടിപൊളി ഞങ്ങൾ പഠിപ്പിച്ചു. ഓക്കെ, അപ്പൊ ബൈ.